ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു റുവ ഗെയിമിംഗ്. അപ്പോൾ ഇന്ന് തേഴ്സ്ഡേ മെയിൻ്റെനൻസിന് ശേഷം ഇന്ന് ഗെയിം നേരത്തെ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എന്തൊക്കെ പുതിയ അപ്ഡേറ്റ്സ് ആൻഡ് ഫീച്ചേഴ്സാണ് ഗെയിമിൽ വന്നതെങ്കിൽ നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഇന്ന് പുതിയതായിട്ടൊരു ക്യാമ്പയിനും വന്നിട്ടില്ല. ബ്രസീൽ ഇംഗ്ലണ്ട് നാഷണൽ ടീം ക്യാമ്പയിൻ ഇപ്പോഴും കണ്ടിന്യൂ ആവുകയാണ്. നെക്സ്റ്റ് വീക്കായിരിക്കും പുതിയ ക്യാമ്പയിൻ വരുന്നത്. മാക്സിമം സ്റ്റാൻസ് ഇപ്പോൾ പ്രഡിക്ഷൻ പറയുന്നത് മറ്റേ ബ്ലാക്ക് ഫ്രൈഡേ ക്യാമ്പയിനാണ്. അപ്പോൾ അത് ഉറപ്പായിട്ടില്ല. പിന്നെ ഇതാണ് ഇന്നത്തെ പുതിയ ഇന്നത്തെ എപ്പിക് പാക്കായിട്ട് വന്നിരിക്കുന്നത്. റയൽ മാഡ്രിഡിൻ്റെ പെപ്പയുടെ ഡിസ്ട്രോയർ കാർഡാണ് വന്നിരിക്കുന്നത്. 188 ഹൈറ്റ്, 32 ഏജ് ആയുള്ള കാർഡാണ് വന്നിരിക്കുന്നത്. പിന്നെ ഈ ലോങ് റേഞ്ച് ടാക്കിൽ കൊടുത്തിട്ടുണ്ട്. ഫോർട്രസ് ആണ് മെയിൻ സ്കില്ല് പോലെയാണ് കാണിക്കുന്നത്. അതെ, ലോങ് റേഞ്ച് ട്രാക്കിലും ഫോർട്ടസ് ആണ് മെയിൻ സ്കിൽ. പിന്നെ ഒരു പുതിയൊരു പ്ലെയറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ ഇതൊരു പുതിയ പ്ലെയറാണ്. ഇന്റർ മിലാൻ്റെ മൈക്കോൺ എന്നൊരു റൈറ്റ് ബാക്കാണ് വന്നിരിക്കുന്നത്. ഗെയിമിൽ ആദ്യമായിട്ട് അറ്റാക്കിംഗ് ഫുൾ ബാക്കാണ്. അപ്പോൾ സ്കിൽസ് കൊടുത്തിട്ട് ഒന്ന് എഡ്ജഡ് ക്രോസിങ്ങും, പിന്നെ ഒരു സ്കില്ല് എഡ്ജഡ് ക്രോസിങ്ങും, രണ്ടാമത്തെ സ്കില്ല് ഫിനോമിനൽ പാസുമാണ്. പിന്നെ ഒരു ബാഴ്സലോണൻ്റെ ഒരു 30th ആനിവേഴ്സറി പോലത്തെ ഒരു ലെജൻഡ് വന്നിട്ടുണ്ട്. സെർജി ബാർജുവൻ ആണ്. ഡിഫെൻസീവ് ഫുൾ ബാക്കാണ്. ഇപ്പോൾ കറൻറ്റ്ലി എൻ്റെ അറിവിൽ ഈ ഫുട്ബോൾ ആദ്യമായിട്ട് വരുന്ന ഡിഫെൻസീവ് ഫുൾ ബാക്കാണെന്ന് തോന്നുന്നു. 2026 അപ്ഡേറ്റിൽ അല്ല, കോസ്റ്റ് കോട്ടയുണ്ട്. അപ്പോൾ ഇത് രണ്ടാമത്തെ പ്ലെയറാണെന്ന് തോന്നുന്നു, സെർജി ബാർജുവൻ. അപ്പോൾ ഇന്നത്തെ വേറെ പാക്കുകൾ നോക്കുകയാണെങ്കിൽ പിന്നെ ഇപ്പോൾ ടർക്കിഷ് ലീഗിൻ്റെ ഒരു പാക്ക് വന്നിട്ടുണ്ട്. അതിൽ ഓസ്മാനും സ്ക്രീനിയറും വന്നിട്ടുണ്ട്. പിന്നെ ജെ ലീഗിൻ്റെ ഒരു പ്ലേയേഴ്സിൻ്റെ ഒരു എപ്പിക് പാക്ക് വന്നിട്ടുണ്ട്. അതിലൊരു ബുള്ളറ്റ് ഹെഡറും ഏരിയൽ ഫോർട്ടും ഒരു 30th ആനിവേഴ്സറി കാർഡായിട്ട് ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇന്ന് രണ്ട് പ്ലെയർ ഓഫ് ദി വീക്കിൽ UCL പ്ലെയർ ഓഫ് ദി വീക്കിൽ ഓസിമൻ, മിക്കി വാൻഡൻ, മക്കാലിസ്റ്റർ, ഫിൽഫോർട്ടൻ ഒക്കെ ഉണ്ട്. പിന്നെ നമ്മൾ നെക്സ്റ്റ് പ്ലെയർ ഓഫ് ദി വീക്ക് നോക്കുമ്പോൾ ഗ്രീസ്മാൻ്റെ ഒരു കാർഡ് വന്നിട്ടുണ്ട്. ഡീപ് പ്ലേയിങ് ഫോർവേഡാണ്. കുറേ നാൾക്ക് ശേഷമാണ് വരുന്നത് ഗ്രീസ്മാൻ്റെ ഒരു കാർഡ്. പിന്നെ വിറ്റിഞ്ഞേൻ്റെ, ജെർമി ഡോക്കു, റോബർട്ടോ ലെവൻഡോസ്കിൻ്റെ ഒരു കാർഡുണ്ട്. ഗർനാച്ചോൻ്റെ ഒരു കാർഡുണ്ട്. ഫെഡറിക് ഡി മാർക്കോ. അത്യാവശ്യം നല്ല പ്ലേയേഴ്സ് ഇപ്രാവശ്യം പ്ലെയർ ഓഫ് ദി വീക്കിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇത് യൂറോപ്യൻ ക്ലബ് സെലക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു പാക്ക് വന്നിട്ടുണ്ട്. അതിലിപ്പം നമുക്ക് ജാവോ നെവസ്, ജോ ബില്ലിംഗ്ഹാം ഉണ്ട്. ഗ്രീൻവുഡിൻ്റെ ഒരു കാർഡ് വന്നിട്ടുണ്ട്. പിന്നെ വേറൊരു പാക്കും വന്നിട്ടില്ല. ഈ സെലക്ഷൻ കോൺട്രാക്റ്റ് ഇന്ന് നമുക്ക് കിട്ടുന്നതാണ്. ഇന്ന് നമ്മൾ അത്ര മാച്ച് പാസ് അത്ര കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് കിട്ടാവുന്നതാണ്. പിന്നെ വേറൊരു പാക്കും വന്നിട്ടില്ല. ഡെയിലി ഗെയിമിൽ ഒരു അപ്ഡേറ്റും വന്നിട്ടില്ല. വേറെ പുതിയ പ്ലേയേഴ്സിനൊന്നും ആഡ് ആക്കിയിട്ടില്ല. അപ്പോൾ നമ്മൾ പിന്നെ പാക്കുകളിലും പുതിയ ആരും വന്നിട്ടില്ല. പിന്നെ ഇപ്രാവശ്യം ഒരു ചേഞ്ച് വന്നിരിക്കുന്നത്, ഇപ്രാവശ്യം സെറ്റ് എന്ന് പറഞ്ഞൊരു സാധനം ഇത്രയും നാളും ലോക്ക്ഡ് ആയിരുന്നു. അപ്പോൾ സെറ്റ്സ് അൺലോക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ഷോർട്ട് ടൈം പ്ലെയറിനാണ് ഇപ്രാവശ്യം കൊണ്ടുവന്നിരിക്കുന്നത്. അതിൽ ബ്രസീലിന് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഷോർട്ട് ടൈം പ്ലെയർ ബോക്സ് ടു ബോക്സ് ആണ്. അപ്പോൾ പിന്നീടും നെക്സ്റ്റ് തേഴ്സ്ഡേ ഒക്കെ ഇങ്ങനെ ഓരോരോ പ്ലേയേഴ്സിനെ ആഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇവർ 146 days എന്നാണ് പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടായിരിക്കും നെക്സ്റ്റ് പ്ലേയേഴ്സിനെ ആഡ് ചെയ്യുന്നത്. കോയിൻ ഓഫേഴ്സ് ഒന്നും വന്നിട്ടില്ല. പിന്നെ ഇവൻറ്റ്സ് നോക്കുമ്പോൾ ഒരു ഇവൻറ്റിൽ ഒരു UCLൻ്റെ പ്ലെയർ ഓഫ് വീക്കും ഇതിൽ നെക്സ്റ്റ് പ്ലെയർ ഓഫ് വീക്കിന് കിട്ടും നമുക്ക്. പിന്നെ വേറെ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. ഇത് നമുക്കൊരു പുതിയൊരു ഇവൻറ്റിൽ നമ്മുടെ നോർമലുള്ള 15 coin ഇവൻറ്റ് വന്നിട്ടുണ്ട്. അതല്ലാതെ ഇവൻറ്റ്സിലൊന്നും പുതുതായിട്ട് ചേഞ്ചസ് വന്നിട്ടില്ല. പിന്നെ നമ്മളിന്ന് മിഷൻസിൽ പോവുകയാണെങ്കിൽ ബാക്കി അൺലോക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഇവിടെ ആയിരിക്കും സെലക്ഷൻ കോൺട്രാക്റ്റ് കിട്ടുന്നത്. പിന്നെ അതോടുകൂടി ഇന്ന് ഇത് കളിച്ച് നമുക്കൊരു 50 coins കിട്ടുന്നതാണ്. അതല്ലാതെ വേറെ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. ട്രഷർ ലിങ്ക് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്ന് പുതിയൊരു പാക്ക് വന്നു. മാക്സിമം കോയിനുള്ളവർ സ്പിൻ ചെയ്യുക. നല്ല പ്ലെയറാണ്, ഡിസ്ട്രോയറാണ് പെപ്പെ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഈ ഫുട്ബോൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.